കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ്. കേരളം മാത്രമല്ല, കേരളത്തിനൊപ്പം മറ്റ് 4 സംസ്ഥാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നുണ്ട്. അത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്, പുതുച്ചേരി, ഒപ്പം തന്നെ അസം, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളാണ് വരുന്ന 2 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെ ഈ 5 സംസ്ഥാനങ്ങളിലും ഇതുവരെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ അടുത്ത പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടത് മെയ് മാസം 21 അപ്പോൾ അതിനു മുന്നോടിയായിട്ട് വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ട ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഓരോ സംസ്ഥാനങ്ങളും സന്ദർശിക്കണം. ഈ 5 സംസ്ഥാനങ്ങളും സന്ദർശിക്കണം, അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തണം. അതിനനുസരിച്ച് ക്ലാഷ് ഉണ്ടാകാത്ത വിധത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കണം. കേരളത്തെ സംബന്ധിച്ച് 140 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. രണ്ടിടത്തും 200-ലധികമുണ്ട്. തമിഴ്നാട്ടിൽ 232 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ബംഗാളിൽ അത് 294. അസമിൽ 126 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും പുതുച്ചേരിയും താരതമ്യേന നിയമസഭാ മണ്ഡലങ്ങൾ കുറവുള്ള സംസ്ഥാനങ്ങളാണ്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടത്താനുള്ള നടപടിക്രമങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിനുള്ള തുടക്കം നാളെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഫെബ്രുവരി 16 മുതൽ 18 വരെ അസമിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗാനേഷ് കുമാർ, ഒപ്പം തന്നെ കമ്മീഷണർമാരായിട്ടുള്ള SS സന്ധു, വിവേക് ജോഷി എന്നീ 3 പേരടങ്ങുന്ന സംഘമാണ് ഈ 5 സംസ്ഥാനങ്ങളും സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. നാളെ മുതൽ, അതായത് ഫെബ്രുവരി 16 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ അസമിലായിരിക്കും ഈ സംഘം സന്ദർശനം നടത്തുക. അതിനുശേഷം ഈ മാസം അവസാനത്തോടുകൂടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സന്ദർശനം നടത്തും. അത് കഴിഞ്ഞാൽ മാർച്ച് ആദ്യം കേരളത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഘവും സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെത്തുന്ന സംഘം കേരളത്തിലെ പ്രമുഖ പാർട്ടികളുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി, DGP, ഒപ്പം തന്നെ ജില്ലാ കളക്ടർമാർ എന്നിവരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തും. ജില്ലാ കളക്ടർമാർ എന്ന് പറയുന്നത് ജില്ലകളിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ജില്ലാ കളക്ടർമാർക്കാണ്. ജില്ലകളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർമാരാണ്. അപ്പോൾ 14 ജില്ലകളിലെയും ജില്ലാ കളക്ടർമാരുമായിട്ട് ചർച്ചകൾ നടത്തും. അപ്പോൾ ഓരോ ജില്ലകളിലെയും സ്ഥിതിഗതികൾ അവർക്ക് വിലയിരുത്താൻ കഴിയും. ഒപ്പം തന്നെ DGP-യുമായിട്ട് ചർച്ച ചെയ്ത് ഈ പറയുന്ന ക്രമസമാധാന നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് സേനാവിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ പാർട്ടി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തി അവർക്കുള്ള സൗകര്യമൊക്കെ തന്നെ എപ്പോഴാകും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അവരുടെ തീരുമാനം എന്തെങ്കിലും അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട് പാർട്ടി പ്രതിനിധികളുമായിട്ടും ചർച്ചകൾ നടത്തും. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന സംസ്ഥാനത്തെ മറ്റ് സ്ഥിതിഗതികളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്താൻ ഉള്ള ഒരു ചർച്ചകളാണ് അന്ന് നടക്കുക. എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഈ മാസം 22 മുതൽ 24 വരെ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കേരളത്തിൽ എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അവരാണ് പ്രാഥമികമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും എത്തുക. കേരളത്തിൽ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സംഘം എത്തുന്നത് ഈ മാസം 22 മുതൽ 24 വരെ സംഘം കേരളത്തിലുണ്ടാകും. അവര് പ്രാരംഭ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അതിനുശേഷം ഓരോ റിപ്പോർട്ട് ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നൽകും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും കേരളത്തിലേക്ക് വരേണ്ട തീയതികൾ സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും മാർച്ച് ആദ്യവാരം, അതായത് മാർച്ച് 5-7 തന്നെ കേരളത്തിലെത്തി സാഹചര്യം വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഈ മാസം അവസാനം എത്തും. നാളെ മുതലുള്ള 3 ദിവസങ്ങളിൽ അസമിൽ സന്ദർശനം നടത്തും. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാകും പശ്ചിമ ബംഗാളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം സന്ദർശനം നടത്തുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പശ്ചിമ ബംഗാളിൽ ഈ SIR-മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ മാസം അവസാനം, അതായത് ഫെബ്രുവരി 28 പൂർത്തിയാവുക. അതിനുശേഷം മാത്രമേ അവിടെ സന്ദർശനം നടത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കേരളത്തിൽ മാർച്ച് ആദ്യവാരം എത്തുകയാണെങ്കിൽ അതിനുശേഷം മാർച്ച് 2-ാം വാരത്തോടു കൂടിയാകും പശ്ചിമ ബംഗാളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സന്ദർശനം നടത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തുക. അങ്ങനെയെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിലെയും സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായിട്ട്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹത്തെ ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ അറിയിക്കും. അതിനുശേഷമാകും ഒരു തീരുമാനത്തിലേക്ക്, ഒരു പ്രഖ്യാപനം, ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിലേക്ക് ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, അതായത് മാർച്ച് പകുതി കഴിഞ്ഞാൽ ഒരു മാർച്ച് 15-ന് ശേഷം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം 2021 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ മാസം ആദ്യമായിരുന്നു. കോവിഡിന്റെ കാലമായിരുന്നു അത്. ഏപ്രിൽ മാസം 2-ാം തീയതി സംസ്ഥാനത്ത് ഒറ്റഘട്ടമായിട്ടാണ് അന്ന് പോളിംഗ് നടന്നത്. പക്ഷേ വോട്ടെണ്ണലിന് വേണ്ടിയിട്ട് ഏതാണ്ട് 26 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. മെയ് മാസം 2-നാണ് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ നടന്നത്. അപ്പോൾ കേരളത്തിൽ നടന്നതിന് ശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ട് നടന്നു. 26-ാം ദിനത്തിലാണ് കേരളത്തിൽ വോട്ടെണ്ണൽ നടന്നത്. അന്ന് അങ്ങനെ ഏതാണ്ട് 26 ദിവസം കഴിഞ്ഞ തവണ കേരളത്തിൽ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണയും അങ്ങനെയാകുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളും നോക്കുന്നത്. എന്തായാലും ഈ 5 സംസ്ഥാനങ്ങളിലും വരുന്ന മാർച്ച് മാസം പകുതിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ ആദ്യ വാരം സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ പകുതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈസ്റ്റർ, വിഷു ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഒക്കെ വരാൻ പോകുകയാണ്. ഏപ്രിൽ പകുതിയോടുകൂടി ഉണ്ടാകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യം തന്നെ, കഴിഞ്ഞ തവണത്തെ പോലെ ഏപ്രിൽ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയും സമയം ഉണ്ടെങ്കിൽ പോലും പാർട്ടികളും മുന്നണികളും എല്ലാം ഇതിനോടകം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 2 മുന്നണികളും UDF-ഉം LDF-ഉം അവരുടെ ജാഥകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുന്നണികളും പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ മാർച്ച് മാസം പകുതിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളീയർ ഒപ്പം തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി പ്രവർത്തകരും അണികളും എല്ലാം ഒരുപക്ഷെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് നമുക്കിനി വരാൻ പോകുന്നത്.